ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചേന ഉപ്പേരി പാലക്കാടൻ രീതിയിലുള്ള ചേന ഉപ്പേരി ഉണ്ടാക്കിയത് ലിങ്ക് തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് എല്ലാം ഞാൻ ഇട്ടു എന്നുള്ള ബോധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പോയി തപ്പുമ്പോഴാണ് മനസ്സിലാവണത് ഇട്ടിട്ടില്ല. എന്താണ് പറയാ, അതൊരു ലഞ്ച് കോംബോന്റെ കൂടെയാണ് ഞാൻ കാണിച്ചിരിക്കണത്, സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. എല്ലാവരുടെയും റിക്വസ്റ്റ് ആയതുകൊണ്ട് ഞാനിതാ വീണ്ടും ഉണ്ടാക്കുകയാണ്. ചേന ഉള്ളിയും മുളകും എങ്ങനെയാണ് ഇതാക്കിയിട്ട് നമ്മുടെ പാലക്കാടൻ രീതിയിലുള്ള ചേന ഉപ്പേരി എങ്ങനെയാണെന്നുള്ളത് നോക്കാട്ടുള്ളൂ. വരും. അപ്പൊ നമുക്ക് നമ്മുടെ പാലക്കാടൻ രീതിയിലുള്ള ചേന ഉപ്പേരിയാണ് ഉള്ളി മുളകും ഇട്ടിട്ടുള്ളത്. അതേതോ ഒരു കോമ്പിനേഷൻ വീഡിയോയിൽ പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാണ്ടിരിക്കുന്നത്. ചേന ഇങ്ങനെ മുറിച്ചെടുക്കുക, ചെറുതായിട്ട് കേട്ടോളൂ. ഇപ്പൊ ഞാൻ മുറിക്കണുണ്ടോ അതുപോലെ അപ്പോഴേ ചേർന്നിരിക്കുള്ളൂ. ഓക്കെ, ഇതുപോലെ ചേന കഴുകിയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ചേന മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയെങ്കിൽ ചെറിയ ഉള്ളി, വലിയ ഉള്ളിയെങ്കിൽ വലിയ ഉള്ളി. ഇപ്പോൾ ഒരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് അരയ്ക്കാം. ഇപ്പോൾ മിക്സി എടുക്കുന്നു. നമ്മൾ ഈ സവോള ഒരെണ്ണത്തിന് അതിലേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് ഒരു ചതയ്ക്കണ പോലെയോ അരയ്ക്കണ പോലെയോ അല്ലാണ്ട് ഒരു മീഡിയം ഇതിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച മുളക്, അല്ല നിങ്ങൾക്ക് വറ്റൽ മുളകാണ് ഇടാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇട്ടോളെ. നല്ലോണം ഇടണേ, എരിവില്ലെങ്കിൽ നന്നായിരിക്കില്ല ഉപ്പേരി. ഓക്കെ, ഇനി നമുക്കിത് അരയ്ക്കാം. അപ്പോൾ ചീഞ്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇതിടുക. കറിവേപ്പില ഒരുമാതിരി ഇങ്ങനെ ചതച്ചിട്ടേ ഉള്ളൂ, കണ്ടോ. എല്ലാം എടുത്തിട്ടോളൂ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചേനയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ പച്ചമണമൊന്നും മാറണ്ട. നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചേന ഇട്ട് കൊടുക്കാം. എന്താണ് അമ്മോ ഇത്രയൊക്കെ ചോദിക്കണ്ട കേട്ടോ. ചേന ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കും. മസാല എല്ലാവരുടെയും ഒന്ന് പിടിക്കട്ടെ. മുളകോർത്തപ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താലേ ഓരോ കണ്ടുപിടുത്തങ്ങൾ. ചോറുണ്ണാൻ കണ്ടുപിടിക്കണ മാർഗങ്ങൾ പലതുമുണ്ട്. നമുക്കാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സി ഒലുമ്പിയ വെള്ളം തന്നെ. ഇവിടെയാണ് ഒരുപാട് പേര് പ്രശ്നമാവുന്നത്. കുറച്ച് മതി, അധികം വേണ്ട. അപ്പോൾ പിന്നെ ചേന വല്ലാണ്ട് കുഴഞ്ഞു പോകും. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ല. വെള്ളം മുകളിലേക്കൊന്നും കിടക്കണില്ല, കണ്ടില്ലേ. ജസ്റ്റ് ഇങ്ങനെ തട്ടി അമുക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി ചേന ഇത്തിരി വെന്തോ എന്ന് നമുക്ക് നോക്കാം.
പെർഫെക്റ്റ്. കുഴഞ്ഞിട്ടില്ല. സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ആ സൈഡിൽ പിടുത്തമാണ് സൂപ്പറായിരിക്കുക. കംപ്ലീറ്റ് എടുത്തോളി. എന്നിട്ട് തുറന്ന് വെക്കുക. തുറന്ന് വെച്ചിട്ട് ഈ ചന്തക്കാരി ഒന്ന് മുരിഞ്ഞു വരട്ടെ. തുറന്ന് വയ്ക്കും. ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ചേന ഉള്ളി മുളകും അരച്ചത് റെഡി. ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലക്കാടൻ രീതിയിൽ ഉള്ളി മുളകും അരച്ച് വെച്ചിട്ടുള്ള ചേന ഉപ്പേരി റെഡി ആയിരിക്കുന്ന വിവരം അറിയിക്കുന്നു. സൂപ്പർ. ഓക്കെ. അപ്പോൾ ചേന ഉണ്ടാക്കിയ ചീഞ്ചട്ടി അത് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മോശത്തരം. അപ്പോൾ ചേന തുടച്ച സംഭവത്തിനെ വീണ്ടും നമുക്ക് ചേനയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിടിച്ചിരിക്കുന്നത് എനിക്ക് ചൂടുണ്ടേ. ഇനി കണ്ടില്ല കേട്ടില്ല പറഞ്ഞ് കുറച്ച് നെയ്യ്. ഓക്കെ, ഇനി അങ്ങോട്ട് പെരട്ടുക. നോക്കൂ നോക്കൂ മക്കളെ, നോക്ക് എന്ത് വേണം. അയ്യോ അയ്യോ, എന്നെ ഒന്നും ഈ ജന്മം നേരാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യായി. ആർക്ക് വേണം ഒരു വായ? ചേന ഉള്ളി മുളകും ഇട്ടത് ആർക്കും വേണ്ടേ? വന്നോളൂ. എന്താടാ ക്യാമറയും പിടിച്ചോണ്ട്? കുറച്ച്. This is rule number 6. Enjoy family time. ഇതാണ് ഫാമിലി ടൈം. ഇവരെന്താ ക്യാമറ കൊണ്ട് നടക്കണം? മനൂസിന് മാത്രം അച്ചെടുത്ത് കൊടുക്കും. മനൂസിനും അമ്മ ഒരു വായ തരാം. നാണക്കേടൊന്നും വിചാരിക്കണ്ട. അവന് നാണം. ആ ആൾക്കാരൊക്കെ ചോദിക്കേണ്ടി പറയുന്നത് അവന് നാണം. അവനെ വാരി കൊടുക്കണമെന്ന് നാണം. അപ്പോ മക്കളെ പിടിക്കാൻ നല്ല ചൂടുണ്ട്. കുഴപ്പമില്ല. എന്താണ് ഉണ്ണി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ക്യാമറ? അപ്പൊ ഇതാ അങ്ങനെയാണ് ഞാൻ ചേനുപ്പേരി കഴിക്കാറ്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. താഴെയൊക്കെ പോയിട്ടുണ്ടെങ്കിലൊക്കെ പെറുക്കി തിന്നും. അപ്പോൾ വീണ്ടും എല്ലാം കഴിഞ്ഞുമാ. എന്തിനാണ് വറച്ചട്ടി കാണിക്കുന്നത്? ഇങ്ങനെ ഒരു ആക്രാന്തം. സൂപ്പർ. ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും കാണാം. Till then, take care and bye-bye. Vinny's Kitchen.